ഞാൻ ഇതുവരെ ഇത്ര ആളുകളുടെ മുന്നിലൊന്നും വന്നിട്ടില്ല. ഞാൻ ഇതുവരെ ഒന്നിനെക്കുറിച്ചും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ വീട്ടിലും കുടുംബത്തിലും ഭർത്താവിന്റെ വീട്ടിലുമെല്ലാം ഞാൻ ഒതുങ്ങി കഴിയുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാവാറില്ല. അതുകൊണ്ട് ആങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് അധികമൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആ ഭൂമുഖത്ത് ജനിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെയാക്കി മാറ്റുന്നതാണ്. നിങ്ങൾ മാത്രമല്ല ഇവിടെ നിശബ്ദയായിരിക്കുന്നത്. നിങ്ങളുടെ അമ്മ, അവരുടെ മുത്തശ്ശി, അങ്ങനെ ആ പരമ്പരയിലുള്ള സ്ത്രീകളെല്ലാം നിശബ്ദരായിരുന്നു. ആ നിശബ്ദതയെല്ലാം നിങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അമേരിക്കയിലായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പോലും ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നില്ല. സ്ത്രീകളുടെ അവസ്ഥയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ അമേരിക്കയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ എവിടെയോ ആണ്. പഴയ കാര്യങ്ങൾ ഏതു വഴിക്കാണോ നിങ്ങളുടെ ഉള്ളിൽ എത്തിയത്, അതേ വഴിയിലൂടെ തന്നെ പുതിയ കാര്യങ്ങളെയും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കൂ. ശരിയല്ലേ? ഒരു വർഷത്തോളമായി അങ്ങയെ കേൾക്കുന്നുണ്ട്. അതെനിക്ക് വലിയ ധൈര്യം നൽകുന്നുണ്ട്. എന്റെ ആത്മബലം വളരെയധികം വർദ്ധിക്കുന്നുമുണ്ട്. ആത്മബലം ഇനിയും വർദ്ധിക്കട്ടെ. ഒപ്പം കഴിയുന്നത്ര അളവിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. ശരി സർ. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. നിങ്ങളെപ്പോലെ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഭാരതത്തിലെ വൈദിക സ്ത്രീ ഇന്നത്തെ നാം കാണുന്ന ഈ തരത്തിലുള്ള സ്ത്രീകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായിരുന്നു. ഇന്നത്തെ സ്ത്രീകളെ ഇങ്ങനെയാക്കി മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ അവർ ഇങ്ങനെയല്ലായിരുന്നു. വേദാന്തം സ്ത്രീക്ക് അവളുടെ ശബ്ദം തിരികെ നൽകുന്നു.